വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നമ്മുടെ മൈദാമാവും കോൺഫ്ലോറും ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്കൊരു ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഗോതമ്പ് പൊടിയും കൊണ്ട് നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ എടുത്തേക്കുന്നത് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി കോളിഫ്ലവറാണ്. അപ്പം ഇതിപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തേക്കുന്നത് ഒരു ക്യാപ്സിക്കം, ഒരു പച്ച കളർ ക്യാപ്സിക്കം, പിന്നെ 2 സവോള. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോളിഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഇത് മാറിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ നമ്മുടെ സോസുകൾ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ തക്കാളിയൊക്കെ സോസായിട്ടാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി നമ്മൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയുടെയൊക്കെ സോസ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സോയാ സോസാണ്. സോയാ സോസും അതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യും. ബാക്കി ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഇത് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ നമുക്ക് മാറിനേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കണം. അപ്പം അത് ആദ്യമേ നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂട്ടെല്ലാം കൂടി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഒരു 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് നമുക്ക് നമ്മുടെ സോയാ സോസിന് ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇപ്പം ചിലർ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം. അല്ല മുളക് പൊടി ആണ് വേണ്ടെന്നുള്ളവർക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടുന്ന പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാൻ പോവാണ്. കുറച്ച് മുളക് പൊടിയും കൂടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ അതങ്ങ് മിക്സായി പോകരുത്, വെള്ളം നീണ്ടു പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഈ കോളിഫ്ലവർ ഉപ്പിട്ടിട്ടാട്ടോ കഴുകി എടുത്തേക്കുന്നത്. വെറുതെ ചൂടുവെള്ളത്തിലല്ല, ഉപ്പിട്ടിട്ട് ആണ് കഴുകി എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. നല്ല കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചിട്ട് ചൂടുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാനായിട്ട് ഉള്ള എണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വെന്ത് വരത്തുള്ളൂ. കാരണം നമ്മുടെ കോളിഫ്ലവർ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് വരണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്റർ മാത്രം കരിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മളിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ രണ്ടാമത്തെ സൈഡും കൂടി ഒന്ന് ശരിയായി വരാനായിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പം മാക്സിമം നമുക്ക് എണ്ണ ഡ്രെയിൻ ചെയ്തെടുക്കാവുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടാം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഇടും. അപ്പം ഞാൻ ഇവിടെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ആദ്യമേ നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എന്താ ഇവിടെ കൊത്തി എരിഞ്ഞ് വെച്ചേക്കാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പം നമ്മുടെ ചട്ടിയും എണ്ണയ്ക്കൊന്നും ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ പച്ചമണമൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ 2 ഗ്രീൻ ചില്ലി എടുത്തേക്കുന്നത്. 2 ഗ്രീൻ ചില്ലി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അധികം വേഗണ്ട കേട്ടോ. ജസ്റ്റ് ആ ഒരു പച്ചമണം ഒന്ന് മാറി വരില്ലേ, അന്നേരം നമുക്ക് അടുത്ത സാധനങ്ങൾ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ അതാ നമ്മുടെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് സവോള. ഇതിപ്പോൾ ഞാൻ 2 ചെറിയ സവോള എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ക്വയറായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പം സ്ക്വയറായിട്ട് അരിഞ്ഞ സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സവോള പെട്ടെന്ന് നമുക്ക് മൂത്തിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അവസാനം നമ്മൾ ഇതിൻ്റെ ഗ്രേവി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പം അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം, ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ക്യാപ്സിക്കം ആയിരുന്നു. അപ്പോൾ അത് അരിഞ്ഞതാണ്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. സവോള അരിഞ്ഞതുപോലെ തന്നെ സ്ക്വയറായിട്ടാണ് ക്യാപ്സിക്കം അരിഞ്ഞിരുന്നത്. അപ്പം ക്യാപ്സിക്കം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഒരുപാട് വഴന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള നമ്മുടെ സോസുകൾ കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള സോസുകൾ ആഡ് ചെയ്യാം.
ഞാനിവിടെ 2 സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വിനാഗിരി 1 ടീസ്പൂൺ, ഒരു സ്പൂൺ. ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. കളർ ആഡ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല. അപ്പം ഇതിപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. കളർ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ടൊമാറ്റോ സോസൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഓൾറെഡി മുളക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി. അപ്പം അതിന് ശേഷം പിന്നെ നമുക്കിപ്പം ഗ്രേവി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഡ്രൈ ഗ്രേവിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. എനിക്കിതിപ്പോൾ കുറച്ച് ഗ്രേവി വേണം, കുറച്ച് ലൂസ് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പോവാണ്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുക. അപ്പോൾ അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് സാധാരണ ആഡ് ചെയ്യുന്ന കോൺഫ്ലോറാണ്. അപ്പോൾ കോൺഫ്ലോർ വേണമെന്നുള്ളവർ കോൺഫ്ലോർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണല്ലോ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അപ്പം കോൺഫ്ലോറിന് പകരം ഗോതമ്പ് പൊടി ആഡ് ചെയ്താലും ആ ഒരു മുറുക്കം നമുക്ക് കിട്ടും. അപ്പോൾ കോൺഫ്ലോർ വേണ്ടെന്നുള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം, നമ്മുടെ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിൽ വെള്ളം മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. ഗോതമ്പ് പൊടി ആഡ് ചെയ്താലും നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ട്. കുറച്ച് ആ ഒരു ലൂസ് വെള്ളം പോലെ ഇരുന്ന ആ ഒരു ഇത് മാറിയിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി എല്ലാം കൂടി ഇതിലേക്കൊന്ന് മിക്സായി വരണം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി കോളിഫ്ലവർ വറക്കാൻ വേണ്ടിയുള്ള ബാറ്റർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, ഉപ്പിൻ്റെ കുറച്ചൊരു ഇത് കൂടുതലുള്ളതാണ്. പിന്നെ നമ്മൾ സവോള വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആഡ് ചെയ്യുന്ന ഉപ്പെല്ലാം നമ്മളൊരു മീഡിയം ഇതിലേ ആഡ് ചെയ്യാവുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഫുൾ മാറിപ്പോകും. അപ്പം അതുകൊണ്ട് ഉപ്പിൻ്റെ ഇത് നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഗോപി മഞ്ചൂരിയൻ കഴിക്കുക എന്തിനാ? ചപ്പാത്തി, പൂരി അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആയിരിക്കും കഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി ബോൾ ഉണ്ടാക്കില്ലേ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു ബോള് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ഇത് കറക്റ്റായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോൾ നമുക്ക് എടുത്ത് കളയാം. അപ്പം ഉപ്പ് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. നമ്മുടെ ഗ്രേവിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കറിയിലുള്ള ഉപ്പ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേറൊരു ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസ് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് വേറൊരു ഡിഷിലേക്ക് മാറ്റാം.